വടകരയാണ് നമ്മളിപ്പോൾ. VS രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. VS രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. രണ്ടുപേർക്കും ഗുഡ് മോർണിംഗ്. വടകരയിൽ പല പ്രശ്നബാധിത പ്രദേശങ്ങളും ഉണ്ട്. ഇപ്പോൾ വോട്ടെടുമ്പോൾ അവിടെ അടി പൊട്ടുമെന്നൊക്കെ കേൾക്കുന്നു. എന്താണ് അവിടുത്തെ ഒരു സ്ഥിതി? ഈ രാവിലെ കഴിഞ്ഞു. ഞാൻ അടിപൊട്ടിക്കാനൊന്നുമില്ല, ഒരു ദിവസം ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുക. നമുക്ക് അടിപൊട്ടുവെന്ന കാര്യത്തിൽ വടകരയിൽ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടും ഇന്റലിജൻസ് റിപ്പോർട്ടും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും ADGP ഉൾപ്പെടെ അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് JDT ഇസ്ലാമിക് ഹയർ സെക്കൻഡറി കോളേജിന്റെ മുമ്പിലാണ്. ഇവിടെയാണ് കോഴിക്കോടിന്റെയും വടകരയുടെയും വോട്ടെണ്ണുന്നത്. രണ്ട് സ്ഥലങ്ങളിലായിട്ടാണെന്ന് മാത്രം. ഇതിനകത്താണ് നമ്മൾ ഏറ്റവും ആകാംക്ഷയോടുകൂടി കേരളം കാത്തുവച്ചിരിക്കുന്ന രാഷ്ട്രീയ ആകാംക്ഷകളിൽ ഏറ്റവും വലുതാണ് വടകര എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വടകരയുടെ ഉൾപ്പെടെ കോഴിക്കോടിന്റെയും എല്ലാം രാഷ്ട്രീയ സസ്പെൻസ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്ട്രോങ് റൂമുകൾ ഇതിനകത്താണുള്ളത്. ഈ രണ്ട് സ്ട്രോങ് റൂമുകളിൽ 6 മണിക്കാണ് പോസ്റ്റൽ ബാലറ്റിന്റെ സ്ട്രോങ് റൂം തുറക്കാൻ പോകുന്നത്. അതിനുശേഷം 6:30 EVMന്റെ സ്ട്രോങ് റൂം തുറക്കും. സ്ട്രോങ് റൂമിലെ വിഷ്വൽസ് ഒക്കെ അവിടെ നിന്ന് എടുത്തു തരും, PRD എടുത്തു തരും. അല്ലാതെ നിങ്ങൾക്ക് അങ്ങോട്ട് പ്രവേശനമില്ല അല്ലേ? ആദ്യ വിഷ്വൽസ് PRD എടുത്ത് അയക്കുമെന്നുള്ളതാണ്. ഇതിനകത്ത് നമ്മുടെ 2 യൂണിറ്റുകൾ ഉണ്ടായിരിക്കും. സിനോജിന്റെയും അതുപോലെ സാനിയയുടെയും 2 യൂണിറ്റുകൾ അകത്തുണ്ടായിരിക്കും. നമ്മൾ പുറത്തും 2 യൂണിറ്റുകളായിട്ട് മുഴുവൻ ഉണ്ടായിരിക്കും. ജില്ലാ കലക്ടർ ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലായിരിക്കും പൂർണ്ണമായും ഈ EVM മിഷൻ അതിന്റെ സ്ട്രോങ് റൂമുകൾ തുറക്കുന്നത് മുതൽ ഉണ്ടായിരിക്കുക. അതിനുശേഷമുള്ള നടപടിക്രമങ്ങൾ ക്രമസമാധാനത്തിന്റെ ചുമതലയുമായിട്ട് സിറ്റി പോലീസ് കമ്മീഷണറും റൂറൽ SPയും അതുപോലെ ADGP തന്നെ നേരിട്ട് വടകരയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് എണ്ണി തുടങ്ങുക നമുക്ക് സ്വാഭാവികമായിട്ടും 8 മണിക്ക് എണ്ണി തുടങ്ങും. അതിൽ പോസ്റ്റൽ വോട്ടുകൾ, ഇത്തവണ പോസ്റ്റൽ വോട്ടുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. 14,000-ഓളം പോസ്റ്റൽ വോട്ടുകൾ വടകരയിലും അത്ര തന്നെ കോഴിക്കോട്ടുമുണ്ട്. ആദ്യം പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങും. പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തീരാൻ തന്നെ ഒരു 12 മണിയോടുകൂടി മാത്രമേ പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തീരുകയുള്ളൂ. സമാന്തരമായി തന്നെ നമുക്ക് EVM കൗണ്ടിംഗ് തുടങ്ങും. EVM കൗണ്ടിങ്ങിന്റെ ക്രമീകരണം ഞാനൊന്ന് പറയാം. ഒരു കോഴിക്കോടിന്റെയോ വടകരയോടോ എണ്ണുന്ന റൂമിനകത്ത് 7 ടേബിളുകൾ ഉണ്ടായിരിക്കും. ഈ 7 ടേബിളുകളിലും കൗണ്ടിംഗ് ഉദ്യോഗസ്ഥർ ഇരിക്കും. അതിൽ ആദ്യത്തെ 7 ഓരോ നിയോജക മണ്ഡലങ്ങളും ഓരോ ടേബിളിലായിരിക്കും. 14 ബൂത്തുകളായിരിക്കും ആദ്യം എണ്ണുക. അങ്ങനെയാവുമ്പോൾ ഒരു മണ്ഡലത്തിലെ 7x14 98 ബൂത്തുകളുടെ ഫലം ആദ്യ മിഷനിൽ അറിയാൻ പറ്റും. അതായത് ആദ്യം കൗണ്ട് ചെയ്യുന്നത് 98 ബൂത്തുകളായിരിക്കും. ഈ 98 ബൂത്തുകൾ ഓരോ നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലും വ്യത്യസ്തമായി ആയിരിക്കും. അങ്ങനെ 98 ബൂത്തുകൾ ആദ്യത്തെ ശ്രമത്തിൽ അറിയാൻ പറ്റും. അങ്ങനെ ഘട്ടം ഘട്ടമായി ഏകദേശം 12 മണിയോടുകൂടി പൂർത്തിയാകും എന്നുള്ളതാണ് ജില്ലാ കലക്ടർ നമ്മൾ അറിയിച്ചിട്ടുള്ളത്. അതായത് പോസ്റ്റൽ വോട്ടും EVMഉം 12 അറിയാൻ പറ്റും. VVPATൽ എന്തെങ്കിലുമൊക്കെ VVPATൽ സെലക്ട് ചെയ്ത് റാൻഡമായി സെലക്ട് ചെയ്ത് 5 എണ്ണമാണ് എണ്ണുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ അതിൽ എന്തെങ്കിലും പ്രതിസന്ധി അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉന്നയിക്കുകയാണെങ്കിൽ അവരുടെ ആവശ്യപ്രകാരം പൂർണ്ണമായും VVPATകൾ എണ്ണും എന്നും അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ട്രെൻഡ് അറിയാൻ നമുക്ക് അത്രയൊന്നും കാത്തിരിക്കേണ്ടി വരില്ല. കാരണം നമുക്കറിയാം ആദ്യം എണ്ണി തുടങ്ങുന്ന ബൂത്തുകൾ ഏതാണെന്നല്ല നമുക്കറിയാം. അതിനനുസരിച്ച് രഞ്ജിത്തെ, സൂററ്റിൽ ഒന്നടിച്ച് മുന്നിൽ NDA. മാഡത്തിന് വിഷമമാണ്, മാഡം കറുപ്പടിഞ്ഞാണ് വന്നിരിക്കുന്നത്. രഞ്ജിത്ത്, ഇത്തവണ താമര വിരിയുമോ? രഞ്ജിത്ത്, എന്ത് തോന്നുന്നു? കേരളത്തിൽ ഈ 2 സീറ്റിൽ BJP പ്രതീക്ഷ വെക്കുന്നുണ്ട്. അത് തിരുവനന്തപുരത്തും തൃശ്ശൂരിലുമാണ്. സ്വാഭാവികമായിട്ടും കേരളത്തിൽ ഇപ്പൊ ഇന്ത്യ സഖ്യം വരുമോ BJP വരുമോ എന്നതുപോലെ തന്നെ കേരളം എല്ലാവരും കാത്തിരിക്കുന്ന ഒന്നാണ്. കേരളത്തിൽ താമര വിരിയുമോ എന്നുള്ളത്. സാധാരണ സൂര്യൻ ഉദിച്ചു വരുമ്പോഴാണ് താമര വിരിയുന്നത്. ഈ പ്രഭാതം താമര വിരിയാനാണോ അല്ലെങ്കിൽ വിരിഞ്ഞിങ്ങനെ വന്നിരിക്കുന്ന മുകുളങ്ങൾ കൊഴിഞ്ഞു പോകാനാണോ എന്നുള്ളത് മണിക്കൂറുകൾക്കുള്ളിൽ നമുക്ക് അറിയാൻ സാധിക്കും. ഏതായാലും തിരുവനന്തപുരത്തും തൃശ്ശൂരിലും നമ്മൾ BJP പ്രവർത്തകരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അവരൊക്കെ പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ്. പക്ഷേ കേരളത്തിന്റെ ഒരു പൊതു രാഷ്ട്രീയ മനസ്സും അല്ലെങ്കിൽ കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളും ന്യൂനപക്ഷ വോട്ടുകൾക്ക് സ്വാധീനമുള്ള വോട്ടിംഗ് പാറ്റേണും ഒക്കെ പരിശോധിച്ചാൽ അതിനുള്ള സാധ്യത കുറവാണ് എന്ന് തന്നെ പറയേണ്ടി വരും. രഞ്ജിത്ത്, ഈ വടകരയിലെ കാര്യം പറയുകയാണെങ്കിൽ ഈ അവസാന മണിക്കൂറുകളിൽ നേതാക്കളുടെ പ്രത്യേകിച്ച് സ്ഥാനാർത്ഥികളുടെ എന്തെങ്കിലും പ്രതികരണം വന്നിരുന്നോ? ഏറ്റവും കേരളം ഉറ്റുനോക്കുന്ന ഒരു വിധിയാണ് വടകരയിലേത്. വടകരയിൽ ഇന്നലെ വടകരയിൽ ഷൈല ടീച്ചറും അതുപോലെ ഷാഫി പറമ്പിലും ഒക്കെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. അവർ വളരെ ആത്മവിശ്വാസത്തിലാണ്. നമുക്കറിയാം ഏറ്റവും
ഏറ്റവും കൂടുതൽ നമുക്ക് സാധാരണ ഇപ്പോൾ കോഴിക്കോട്ട് പോലും LDF ഒന്നും അത്ര വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നൊന്നുമില്ല. കോഴിക്കോട്ട് എളമരം കരീം ഒരു തരത്തിലുള്ള പ്രതികരണത്തിനും തയ്യാറായിട്ടില്ല. പക്ഷേ വടകരയിലേക്ക് ചെന്നാൽ അങ്ങനെയല്ല. അവിടുത്തെ LDFന്റെയും UDFന്റെയും ഒക്കെ നേതാക്കന്മാർ ഇപ്പോഴും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം ദേശീയ തലത്തിലുള്ള സർവേയിലൊക്കെ വടകര UDFനാണ് എന്ന രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ സംസ്ഥാന തലത്തിൽ നടന്ന സർവേകളിൽ ചിലതിലൊക്കെ ശൈലജ ടീച്ചർക്ക് മുൻതൂക്കം കൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതിലിപ്പോൾ രാഷ്ട്രീയം പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണമാണെങ്കിലും അക്രമ രാഷ്ട്രീയമാണെങ്കിലും അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരമാണെങ്കിലും ഇതെല്ലാം UDFന് എതിരാകാൻ പോകുന്ന എതിരായിട്ടുള്ള ഫാക്ടേഴ്സാണ്. പക്ഷേ CPMന്റെ സംഘടനാ സംവിധാനവും ശൈലജ ടീച്ചറുടെ ഇമേജും വെച്ച് ജയിച്ചു കയറാൻ സാധിക്കുമെന്ന് ഇപ്പോഴും LDF കേന്ദ്രങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അത് തന്നെയാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. പക്ഷെ അതിനേക്കാൾ പ്രധാനമായത് ഇന്നത്തെ സുരക്ഷയുടെ കാര്യം എടുത്തു പറയണം. കാരണം നാദാപുരത്തും കുറ്റ്യാടിയിലും പേരാമ്പ്രയിലും തലശ്ശേരിയിലും ഒക്കെ വലിയ സുരക്ഷാ ക്രമീകരണം ഒരുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അവിടെ വർഗീയത പോലും ഏറ്റവും ഒടുവിൽ ചർച്ചയായി എന്നുള്ളതാണ്. നമ്മൾ പ്രചരിപ്പിക്കപ്പെട്ട സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ കാഫിർ പ്രയോഗം ഉൾപ്പെടെ വലിയ തോതിൽ കമ്മ്യൂണൽ പോളറൈസേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ വലിയ തോതിൽ സുരക്ഷ ക്രമീകരിച്ചിട്ടുള്ളത്. ആര് ജയിച്ചാലും അടിപൊട്ടുമെന്നൊരു അവസ്ഥയുണ്ട്. പക്ഷെ അടിപൊട്ടാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുത്തിട്ടുണ്ട് പോലീസിന്റെ ഭാഗത്തുനിന്ന്. സ്വാഭാവികമായിട്ടും പോലീസ് അത്തരത്തിൽ എല്ലായിടത്തും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ ആഘോഷ പ്രകടനങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ജയാരവങ്ങളോ അങ്ങനെയുള്ള ഘോഷയാത്രകളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ രാത്രി 7 മണി വരെ. രഞ്ജിത്തിലേക്ക് തിരികെ എത്താം. രഞ്ജിത്ത് തുടരുക. കുറച്ച് കാര്യങ്ങൾ കൂടെ രഞ്ജിത്തിനോട് ചോദിക്കാനുണ്ട്. രാവിലെ മുതൽ തന്നെ അവിടെ പലയിടത്തും കോഴിക്കോട്ടൊക്കെ ലഡു വാങ്ങി വെച്ചിട്ടുണ്ട്, രഞ്ജിത്തും ഓഫീസിൽ വാങ്ങി വെച്ചിട്ടൊക്കെ ഉണ്ടെന്നൊക്കെയാണ് കേട്ടത് മാഡം.